ഹായ് മക്കളെ, എല്ലാവർക്കും പൈത്തൺ ദ മാത്ത് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ് ICSEയുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഷെയർസ് ആൻഡ് ഡിവിഡൻഡ് ആണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നേരത്തെ നമ്മൾ ബാങ്കിങ് ചെയ്തതുപോലെ തന്നെ ഇതിലെ മുഴുവൻ ചാപ്റ്ററും നമ്മൾ മൊത്തത്തിലൊന്ന് റിവൈസ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും സ്പെസിമെനിലെ ക്വസ്റ്റ്യനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഷെയർസ് ആൻഡ് ഡിവിഡൻഡ്. സോ നമ്മൾ ഇവിടെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ഈ ഷെയർസ് ആൻഡ് ഡിവിഡൻഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ പഠിക്കണം. മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും ഇതെന്താണ്, ഇതൊരു പുതിയൊരു അറിവാണ്. പല കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം പുതിയതായിട്ട് കേൾക്കുന്നതാണ്. സോ ആ ടേമുകളുമായിട്ടൊക്കെ നമ്മൾ എന്താകണം? നല്ലോണം ഫെമിലിയർ ആകണം. ഓക്കെ, സോ നമുക്കൊരു വലിയൊരു കമ്പനി, ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂള് തന്നെ എടുക്കാം. സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നുണ്ട്? ഒരു ഓണപ്പരിപാടി നിങ്ങൾ നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഒരാൾക്ക് തന്നെ ആ പൂവിനും എല്ലാത്തിനും കൂടെയുള്ള പൈസ ഇടാൻ പറ്റുമോ? ഇല്ല. പകരം എന്ത് ചെയ്യും? നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും കൂടെ എന്ത് ചെയ്യും? പണം പിരിക്കും, അല്ലെ? ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെറിയൊരു കുഞ്ഞു കമ്പനിയാണ് തുടങ്ങുന്നതെങ്കിൽ ഒരുപക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമായിരിക്കും. അതേസമയം നമ്മൾ വലിയൊരു കമ്പനി, ആപ്പിളും മൈക്രോസോഫ്റ്റും ഒക്കെ പോലൊരു വലിയൊരു കമ്പനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ അതിന് എത്ര രൂപ ചെലവ് വരും? കോടാനുകോടി രൂപ ചെലവ് വരും, അല്ലെ? അപ്പൊ നമുക്ക് ഒറ്റയ്ക്ക് ആ പൈസ മുഴുവനായിട്ട് ഇടാൻ കഴിയുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ അറിയുന്ന കുറെ ആൾക്കാരെല്ലാരും കൂടെ ചേർന്ന് അതിലേക്ക് കുറെ പൈസകൾ ഇടും. ഓക്കെ, അത്തപ്പൂക്കളത്തിനോ അല്ലെങ്കിൽ നമ്മൾ ക്രിസ്മസിന് കേക്ക് മേടിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഇട്ടിട്ട് എല്ലാരും കൂടെ ഒരുപോലെയാണ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ ഓണത്തിനാണെങ്കിലും സദ്യക്ക് എല്ലാത്തിനും കൂടെ പൈസ ഇടും, എല്ലാവരും ഒരുപോലെ എടുക്കും. ആ ചിലർ കുറച്ച് കൂടുതലിടും, ചിലർ കുറച്ച് കുറവിടും. പക്ഷെ ഒരു കമ്പനി നമ്മൾ നടത്തുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്താൽ പറ്റുമോ? ഇല്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഓരോരുത്തരും എത്ര ഭാഗം വെച്ചിട്ടു, കമ്പനിയുടെ എത്ര ഭാഗമാണ് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ? പൈസ വീതം വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ അവിടെ എന്തുണ്ടാകും? അവിടെ അടിയുണ്ടാകും, അല്ലെ? അപ്പൊ അത് ഒരേ സമയത്ത് ഞാനൊരു കമ്പനിയുടെ പകുതി ശതമാനവും ഞാനാണ് പൈസ ഇട്ടെല്ലാം റെഡിയാക്കിയിട്ടുള്ളത്, വേറൊരാൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് കമ്പനിയുടെ ലാഭം കിട്ടുമ്പോ എല്ലാവർക്കും ഞങ്ങൾ രണ്ടുപേർക്കും തുല്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാകും? ഞാൻ പറയൂ, അല്ലെ, ഞാൻ ഒത്തിരി പൈസ ഇട്ട് ഞാൻ ഇതിന്റെ കമ്പനിയുടെ പകുതി ഷെയർ ഞാനാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ നീ എങ്ങനെ ഇത്രയും പൈസ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചോദിക്കും. അവിടെ എന്തുണ്ടാകും? കോറലിങ്ങും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. അത് എന്തിനു ലീഡ് ചെയ്യും? കമ്പനിയുടെ ഡൗൺഫാളിലേക്ക് ലീഡ് ചെയ്യും. സോ അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ വേണം. അതാണ് നമ്മൾ എന്തിൽ പഠിക്കാൻ പോകുന്ന? ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് എന്ത്? ഷെയർ മാർക്കറ്റ്. അവിടെ ആക്ച്വലി എന്തൊക്കെയാണ് നടക്കുന്നത് എടുക്കുന്നത് എന്നൊക്കെ ഉള്ള ഒരു ബേസിക്, അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എന്തുണ്ട്? ഒരു വലിയൊരു കമ്പനി ഉണ്ട്, അല്ലെ? അപ്പൊ ഒരു വലിയൊരു കമ്പനിയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അപ്പോ ഇങ്ങനെ കമ്പനി തുടങ്ങാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ആ കമ്പനി തുടങ്ങാൻ വേണ്ടിയുള്ള മുതൽ മുടക്ക്. അപ്പൊ ആ കമ്പനി തുടങ്ങാൻ നമുക്കൊരു ക്യാപിറ്റൽ വേണം. ചെറിയ കമ്പനി ആണെങ്കിൽ ചെറിയൊരു ക്യാപിറ്റലേ ആവശ്യമുള്ളൂ. അതൊരു പക്ഷെ നമ്മളെ കൊണ്ട് തന്നെ ചിലപ്പോൾ ഇടാൻ കഴിയും. പക്ഷെ വലിയൊരു കമ്പനി ആണെങ്കിലോ ക്യാപിറ്റല് ഹ്യൂജ് ആയിരിക്കും. അപ്പൊ നമുക്കത് ഇടാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ ക്യാപിറ്റലിനെ കുറെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമ്മൾ തരംതിരിക്കും. 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ വരുന്ന വളരെ ചെറിയ എമൗണ്ടിലേക്ക് നമ്മൾ ഇതിനെ ഭാഗിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കോടാനുകോടിയൊക്കെയാണ് ആവശ്യമെങ്കിൽ അത് എത്രത്തോളം ഷെയർ വരും നമുക്ക് ഊഹിച്ചു നോക്കാം, അല്ലെ? എത്രത്തോളം ഭാഗങ്ങൾ വരും നമുക്ക് ഊഹിച്ചു നോക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് വീതിക്കും. നമ്മൾ ക്രിസ്മസ് സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യും പോലെ തന്നെ കേക്ക് നമ്മൾ എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കഷ്ണങ്ങൾ കുഞ്ഞാക്കും. 1 കിലോയുടെ കേക്കാണ് ഇരിക്കുന്നെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാരും കൂടെ എടുക്കും, അല്ലെ? അതുപോലെ തന്നെ ഒരു കമ്പനി നമ്മൾ എന്ത് ചെയ്യും? കുറെ കുഞ്ഞു കുഞ്ഞു എമൗണ്ടുകളായിട്ട് ആ കമ്പനിക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനെ ചെറിയ എമൗണ്ടുകളായിട്ട് നമ്മൾ തരത്തിക്കും. എല്ലാം ഒരുപോലത്തെ രീതിക്ക്. ഓക്കെ, എന്നിട്ട് അത് ഓരോന്നും ഓരോ ഭാഗമാണ്, കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ഓരോ ഭാഗമാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഷെയർസ് എന്ന് പറഞ്ഞാൽ? The capital to establish a large company is divided into small parts. അതിന്റെ ക്യാപിറ്റലിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഷെയർസ്. അപ്പൊ കമ്പനിയുടെ
തുടക്കം ക്യാപിറ്റൽ, അപ്പൊ മുതൽ മുടക്ക് ആ ഒരു പണത്തിന് ആസ്പദമാക്കിയാണ് നമ്മൾ ഷെയർസ് തരംതിരിക്കുന്നത്. ഓക്കെ, പിന്നീട് ചിലപ്പോൾ അതിന് കച്ചവടത്തിനും വിലയ്ക്ക് മാറ്റം ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അതൊന്നും നമ്മളുടെ ഷെയർസിന്റെ എണ്ണത്തിന് ബാധിക്കുന്നില്ല. അതിനനുസരിച്ചാണ് നമ്മൾ തരംതിരിക്കുന്നത്. ഇനി അടുത്തെന്താണ്? നെക്സ്റ്റ് വൺ ഈസ് നോമിനൽ വാല്യൂ. നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് തിരിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ ഓരോ ഭാഗത്തിനും ഓരോ വാല്യൂ കാണത്തില്ലേ? ആ വാല്യൂവിനെ, ആ പണത്തിനെ വിളിക്കുന്ന പേരാണ് നോമിനൽ വാല്യൂ. ഓക്കെ, സോ ദ വാല്യൂ ഫിക്സഡ് ഫോർ ഈച്ച് ഷെയർ. ഓരോ ഷെയറിനും നമ്മൾ ഇട്ടിട്ടുള്ള വാല്യൂ ആണ് എന്ത്? നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. ഇതിനെ മറ്റു പേരുകൾ ഇട്ട് വിളിക്കും. ഏതൊക്കെയാണ്? രജിസ്റ്റർ വാല്യൂ, പ്രിന്റഡ് വാല്യൂ, ഫേസ് വാല്യൂ. അപ്പൊ ഏതൊക്കെ പേരിട്ട് വിളിക്കും? രജിസ്റ്റർ വാല്യൂ, പ്രിന്റഡ് വാല്യൂ, ഫേസ് വാല്യൂ. ഇതെല്ലാം എന്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്? നോമിനൽ വാല്യൂ. തുടക്കം നമ്മൾ ഓരോ ഷെയറിനും ഇട്ടിട്ടുണ്ടായിരുന്ന പണത്തിനെയാണ് പറയുന്നത്. ഇനി അടുത്തത് ഷെയർ ഹോൾഡർ. പേര് പോലെ തന്നെയാണ്, ഷെയർ ഹോൾഡ് ചെയ്യുന്നവൻ. ഓക്കെ, ഷെയർ ഹോൾഡർ എന്താണ്? ഷെയർ ഹോൾഡ് ചെയ്യുന്നവൻ. അപ്പൊ ആരാണോ ഷെയർ വാങ്ങിച്ചിട്ടുള്ളത് അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ദ പേഴ്സൺസ് ഹു പർച്ചേസസ് ഷെയർസ് ആർ കാൾഡ് ഷെയർ ഹോൾഡേഴ്സ്. അടുത്ത് ഡിവിഡൻഡ്, ഭാഗങ്ങൾ. ഓക്കെ, എങ്ങനെയാണ് ഡിവിഡൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ പ്രോഫിറ്റ് വിച്ച് എ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫ്രം ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോ ഞാനൊരു വലിയൊരു കമ്പനി തുടങ്ങുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? അതിലെ കുറച്ച് ഷെയർ നിങ്ങൾ മേടിച്ചു. അപ്പൊ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ, ഒരു വർഷമാണ് നമ്മൾ സാധനം നോക്കുന്നത്. അപ്പൊ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കമ്പനിക്ക് ഇത്ര രൂപ ലാഭം വന്നു. ഞാൻ എന്ത് ചെയ്തു? ആ ലാഭത്തിന് കമ്പനിയുടെ ബാക്കി ഇനി നടക്കാൻ പോകുന്ന ചെലവുകൾക്ക് കാര്യങ്ങൾക്കെല്ലാം മാറ്റി വെച്ചിട്ട് നമുക്ക് ഇത്ര രൂപ നമുക്ക് കമ്പനിക്ക് ലാഭമുണ്ട്. നമ്മളുടെ ഇപ്പൊ ഇത് തന്നെ എടുക്കാം, പൈത്തൺ ദ മാത്ത് അക്കാഡമി തന്നെ എടുക്കാം. അപ്പൊ ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങളൊക്കെ എന്താണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. പൈത്തൺ ദ മാത്ത് അക്കാഡമിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ പൈത്തൺ ദ മാത്ത് അക്കാഡമി വീഡിയോ ഒക്കെ ഒത്തിരി റീച്ചായി, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളുടെ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ചായി, നമുക്ക് ഒത്തിരി ലാഭം കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ എത്ര ഷെയർസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതനുസരിച്ച് അത്രയും കഷ്ണങ്ങളാക്കി നമ്മൾ മുറിക്കും. എന്നിട്ട് ഓരോരുത്തരും എത്ര ഷെയർ വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കി അവർക്ക് എന്ത് കൊടുക്കും? അതിന്റെ ലാഭവിഹിതം കൊടുക്കും. ഓക്കെ, എന്റെ ലാഭം, ഈ പൈത്തൺ ദ മാത്ത് അക്കാഡമിക്ക് എത്രയാണോ ലാഭം വന്നത്, ഒരു വർഷം കൊണ്ട് ലാഭം വന്നത്, അതിനെ ഇത്ര ഷെയർസ് ആയിട്ട്, ഇപ്പൊ ഞാൻ ഒരു 1000 ഷെയർ ആയിട്ടാണ് ഇതിനെ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റിനെ മാറ്റിയിട്ടുള്ളതെങ്കിൽ അതിൽ ഓരോന്നും, അപ്പൊ ഒരാൾ ചിലപ്പോൾ വാങ്ങിച്ചത് എന്താണ്? ഇപ്പൊ രാഹുൽ വാങ്ങിച്ചത് എന്താണ്? 50 ഷെയർ ആണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? നക്ഷത്ര വാങ്ങിച്ചത് എന്താണ്? 10 ഷെയർ ആണ്. അങ്ങനെ ഇങ്ങനെ പലരും പല ഷെയർസിന്റെ എണ്ണമാണ് വാങ്ങിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 50 ഷെയർ മേടിച്ച ആൾക്ക് 50ന്റെ രൂപ ഇത് കൊടുക്കും. ഓക്കെ, ഇനി അടുത്ത് ദീപു എന്ന് പറഞ്ഞ ഒരാൾ 30 ഷെയർ ആണ് മേടിച്ചതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 30 ഷെയർ മേടിച്ച ആൾക്ക് 30 ഷെയറിന്റെ ഒരു എമൗണ്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ഷെയറുകളും, നമ്മളിപ്പോ പറഞ്ഞ രാഹുൽ, ദീപു, നക്ഷത്ര, ഇങ്ങനെയുള്ള ഇവരൊക്കെ എന്താണ്? ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് ആണ് അല്ലെ? അപ്പൊ ഇവർക്ക് ഈ വർഷം കഴിയുമ്പോൾ പൈസ കിട്ടുന്നത് എങ്ങനെയാണ്? ഇവർക്ക് ഇത്ര ഷെയർ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ഇവർക്ക് അത്രയും എമൗണ്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ദ പ്രോഫിറ്റ് വിച്ച് എ ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഫ്രം ഹിസ് ഇൻവെസ്റ്റ്മെന്റ്. അയാള് തുടക്കം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്റെ കമ്പനിയിൽ ഇവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പൊ എന്റെ കമ്പനിക്ക് ഇത്ര ലാഭം വന്നു. അപ്പൊ അവർ എത്ര ഷെയർസ് ആണോ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നത് അതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? എന്റെ ഇതിൽ നിന്നുള്ള വിഹിതം കൊടുക്കും. ഓക്കെ, അപ്പൊ ആ വിഹിതം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് മാർക്കറ്റ് വാല്യൂ. പേര് പോലെ തന്നെയാണ് ചന്തവില. മാർക്കറ്റിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? മാർക്കറ്റിൽ ഇന്നിപ്പോ തക്കാളി വന്നു എന്ന് വിചാരിക്കുക. തക്കാളിക്ക് ഇന്നൊരു വില, പിറ്റേന്നാവുമ്പോ എന്ത് ചെയ്യും? പിറ്റേന്ന് നമ്മൾ അപ്പൊ ഇത്ര രൂപയാണ് അതിന്റെ മാർക്കറ്റിന്റെ വില, മാർക്കറ്റിൽ തക്കാളിയുടെ വില എന്ന് പറഞ്ഞ് പിറ്റേന്ന് നമ്മൾ ആ പൈസ എടുത്തുകൊണ്ട് തക്കാളി മേടിക്കാൻ പോയാൽ ചിലപ്പോൾ ആ വിലക്ക് കിട്ടണമെന്നുണ്ടോ? ഇല്ല. ഓക്കെ, ചിലപ്പോ എന്തെങ്കിലും ഇതായിട്ട് തക്കാളിക്ക് ഷോർട്ട് വന്നു, അപ്പൊ അങ്ങനെ ആകുമ്പോ എന്ത് ചെയ്യും? തക്കാളിയുടെ വില കൂടും. ഓക്കെ, അല്ലെങ്കിൽ തക്കാളി വന്ന് പെട്ടെന്ന് കുറെ ഇടത്തുനിന്ന് തക്കാളി വന്ന് എത്തി, അപ്പൊ അങ്ങനെയാണെങ്കിൽ തക്കാളിയുടെ വില കുറയും. അങ്ങനെയൊക്കെ തക്കാളിയുടെ വില ഓരോ ദിവസത്തിനനുസരിച്ച് ആ ചന്തയിൽ അന്ന് നടക്കുന്ന ഇതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. ഇതുപോലെ തന്നെയാണ് ഒരു കമ്പനി. ഞാൻ ഇന്നിപ്പോ പൈത്തൺ ദ മാത്ത് അക്കാഡമി തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചു പേരൊക്കെ കാണും, കുറച്ച് ആൾക്കാരൊക്കെ റീച്ചിലൊക്കെ എത്തും എന്ന് പറഞ്ഞ് ഞാനിപ്പോ എന്താണ് തുടക്കം ഒരു 10 കോടിയാണ് ഇതിന് വില ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് വിചാരിക്കുക. അതിനനുസരിച്ച് ഞാൻ ഷെയർസ് എല്ലാം തിരിച്ചു, എല്ലാം വെച്ചു.
എന്നാ പെട്ടെന്ന് എല്ലാവർക്കും വീഡിയോസ് ഒക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും അവരുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുത്ത് അത് ഒത്തിരി ആൾക്കാരിലേക്ക് റീച്ചായി. അപ്പൊ എന്ത് ചെയ്തു, എന്റെ ഈ ഒരു പൈത്തൺ ദ മാത്ത് അക്കാഡമി എന്ന് പറയുന്ന ഒരു സംരംഭം എന്ത് ചെയ്തു, ഭയങ്കര വലിയൊരു സക്സസ് ആയിട്ട് മാറി. അപ്പോ അതിന്റെ വിലയും എന്ത് ചെയ്തു, കൂടി. ഓക്കെ, അത് ഒത്തിരി ആൾക്കാരിലേക്ക് എത്തി. അപ്പൊ ഞാൻ ഒത്തിരി ആൾക്കാരെ ഇവിടെ വർക്കിന് വെച്ചു, കാര്യങ്ങൾ വെച്ചു. അപ്പൊ നമ്മളുടെ ഇതൊക്കെ ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നു. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ത് ചെയ്തു, കൂടി. അപ്പോ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഷെയറിന്റെ പൈസ എന്താകും, ആ ഓരോ ഷെയറിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഓരോ തവണയും കൂടുമ്പോ നോമിനൽ വാല്യൂ ആണോ കൂടുന്നത്? അല്ല, അതൊരു ഫിക്സഡ് വാല്യൂ ആണ്. തുടക്കം ഞാൻ ഇട്ട് വീതിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച ആ ഒരു ഫിക്സഡ് വാല്യൂ ആണ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത്. എന്നാൽ കമ്പനിയുടെ വളർച്ചയ്ക്കനുസരിച്ചോ താഴ്ചയ്ക്കനുസരിച്ചോ വാല്യൂവിന്, നമ്മളുടെ ഷെയറിന്റെ പൈസയ്ക്ക് മാറ്റം ഉണ്ടായാൽ ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന മാർക്കറ്റ് വാല്യൂ. നിങ്ങളൊക്കെ ഈ ഷെയർ മാർക്കറ്റിന്റെ ഒക്കെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ചിലതൊക്കെ ചുവപ്പ് വന്നിട്ട് താഴോട്ട് പോകുന്നു, ഗ്രാഫ് താഴോട്ട് പോകുന്നുണ്ട്, ചിലത് പച്ച വന്ന് മുകളിലോട്ട് കയറുന്നുണ്ട്, ഇങ്ങനെ മാറുന്നുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ആ ഷെയറിന് അന്നത്തെ ദിവസത്തെ മാർക്കറ്റിലുള്ള വാല്യൂവിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ആ അവിടെ മാറിക്കൊണ്ടിരിക്കുന്ന എന്താണ്, മാർക്കറ്റ് വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ആ ഷെയറിന് ആ സമയത്ത് മാറിക്കൊണ്ടിരിക്കുന്ന പൈസ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ. അപ്പൊ നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് തുടക്കം ഫിക്സ്ഡ് ആയിട്ടുള്ള പൈസയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ പർട്ടിക്കുലർ ടൈമിങ്ങിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന, ഷെയറിന് മാറിക്കൊണ്ടിരിക്കുന്ന പൈസയാണ്. ദ പ്രൈസ് ഓഫ് എ ഷെയർ ഇൻ ദ മാർക്കറ്റ് അറ്റ് എനി പർട്ടിക്കുലർ ടൈം, ഓരോ പർട്ടിക്കുലർ സമയത്തും ആ ഷെയറിന് മാർക്കറ്റിലുള്ള വിലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാർക്കറ്റ് വാല്യൂ. ഇനി അതിന് വേറൊരു പേരിട്ട് പറയും, ക്യാഷ് വാല്യൂ എന്നും പറയും. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഷെയർസ്. ഷെയർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആക്കാനുണ്ടാകുന്ന ക്യാപിറ്റലിനെ നമ്മൾ കുറെ കുഞ്ഞു ഭാഗങ്ങളായിട്ട് തിരിക്കും. ആ ഓരോ പാർട്ടിനെയും വിളിക്കുന്ന പേരാണ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ ക്യാപിറ്റലിനെ കുഞ്ഞു ഭാഗങ്ങളായിട്ട് തിരിക്കും എന്ന് പറഞ്ഞാലോ. അപ്പൊ ഓരോ ഭാഗത്തിന്റെയും വാല്യൂവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോമിനൽ വാല്യൂ അഥവാ ഫേസ് വാല്യൂ അഥവാ പ്രിന്റഡ് വാല്യൂ അഥവാ രജിസ്റ്റേർഡ് വാല്യൂ എന്ന് പറയുന്നത്. അടുത്തത് ഷെയർ ഹോൾഡേഴ്സ്. ഈ ഷെയർ ആരൊക്കെയാണോ വാങ്ങിച്ചു വെച്ചിട്ടുള്ളത് അവരെയാണ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു ഷെയർ ഹോൾഡർ ആണെന്ന് വിചാരിക്കാം. ഞാൻ എന്റെ ഷെയർസ് മൊത്തം വിറ്റു. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷെയർ ഹോൾഡർ ആവോ? ഇല്ല, അത് പിന്നെ വാങ്ങിച്ച ആളായിരിക്കും അതിന്റെ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. അടുത്തത് ഡിവിഡൻഡ്. എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? ഈ ഷെയർ ഹോൾഡേഴ്സ് ഒരു വർഷം ആ ഒരു ഷെയർസ് വെച്ചുകൊണ്ടിരുന്നു. അതിന്റെ പേരിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിനെയാണ് എന്തെന്ന് പറയുന്ന, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ പേരിൽ കിട്ടുന്ന ലാഭത്തിനെയാണ് എന്തെന്ന് പറയുന്ന ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മാർക്കറ്റ് വാല്യൂ. എന്താണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്? ഓരോ സമയം മാറുന്നതിനനുസരിച്ച് കമ്പനിയുടെ വളർച്ചയ്ക്കോ താഴ്ചയ്ക്കോ അനുസരിച്ച് ഷെയറിന്റെ വാല്യൂ കൂടിയും കുറഞ്ഞും നിൽക്കും. ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഷെയറിന്റെ വാല്യൂവിനെ പറയുന്ന പേരാണ് മാർക്കറ്റ് വാല്യൂ. നോമിനൽ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകില്ല, മാർക്കറ്റ് വാല്യൂവിന് എന്തുണ്ടാകും? സമയത്തിനനുസരിച്ച് ചേഞ്ച് ഉണ്ടാകും. അതാണ് നമ്മൾ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത്. നോമിനൽ വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ. The nominal value of a share does not change with time. സമയം മാറുന്നതിനനുസരിച്ച് നോമിനൽ വാല്യൂവിന് എന്ത് സംഭവിക്കില്ല? മാറ്റം സംഭവിക്കില്ല. The market value of a share may change. ഓക്കെ, മാർക്കറ്റ് വാല്യൂവിനാണെങ്കിലോ അത് മാറ്റം ഉണ്ടാകും, മാറ്റം ഉണ്ടാകാതിരിക്കാം. ഓക്കെ, കൂടാം കുറയാം, രണ്ടും സംഭവിക്കാതിരിക്കാം സമയത്തിനനുസരിച്ച്. ഓക്കെ, അപ്പൊ നോമിനൽ വാല്യൂ ഒരു ഫിക്സഡ് ആണ്. ആ ഷെയറിന് നമ്മൾ തുടക്കത്തിൽ ഇട്ട ആ ഒരു വിലയാണ് നോമിനൽ വാല്യൂ. മാർക്കറ്റ് വാല്യൂ നമ്മളുടെ കമ്പനി വളരുന്നതിനും താഴുന്നതിനും അനുസരിച്ച് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വാല്യൂ ആണ്. ഇനി നമ്മൾ പറഞ്ഞു ഒന്നുകിൽ കുറയാം, കൂടാം, അല്ലെങ്കിൽ ഒപ്പം നിൽക്കാം. ഇതിനെ 3 പേരിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. ഫസ്റ്റ് വൺ അറ്റ് പാർ. അറ്റ് പാർ, പാറിലാണ് നിൽക്കുന്നത്. ആ ഒരു അതേ വരമ്പിലാണ് അത് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ നോമിനൽ വാല്യൂ സെയിം ആണ്. മാർക്കറ്റ് വാല്യൂവിന് മാറ്റം സംഭവിച്ചിട്ടില്ല. ഞാൻ തുടങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഇതാക്കിയപ്പോഴോ എത്രയായിരുന്നോ വില അത് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ള വാല്യൂ എന്ന് പറയുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അറ്റ് പാർ. അപ്പൊ എവിടെയെങ്കിലും ക്വസ്റ്റ്യനിൽ നിങ്ങൾ അറ്റ് പാർ എന്ന് കണ്ടാൽ മാർക്കറ്റ് വാല്യൂ നോമിനൽ വാല്യൂ സെയിം ആണ് എന്ന് മനസ്സിലാക്കുക. The market value of a share is the same as its nominal value. Nominal value market value എന്താണ്? തുല്യമാണ്. ഇനി അടുത്തത് above par at a premium. Above par. Above par എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാറിനെ കാട്ടി, വരമ്പിനെ കാട്ടി മുകളിലാണ്.
അപ്പൊ ഇപ്പൊ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്തു? അതിനെക്കാട്ടി നോമിനൽ വാല്യൂവിനെക്കാട്ടി മുകളിലേക്ക് വന്നു. അല്ലെങ്കിൽ പ്രീമിയം, നമുക്കറിയാം പ്രീമിയം എന്നൊക്കെ പറയുന്ന ഒരു ടിക്കറ്റ് എടുത്ത് നമ്മൾ പ്രീമിയം ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറുകയാണ്. നമുക്ക് കാണുന്നതും താഴെ വേറെ ബാൽക്കണി സീറ്റിലും അവിടേക്ക് ഇരുന്ന് കാണുന്നവരൊക്കെ എന്താണ്? ഒരേ സിനിമയാണ് കാണുന്നത് അല്ലേ? അപ്പോ അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ നമ്മളിവിടെ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ടിക്കറ്റ് വാല്യൂ എന്താണ്? കൂടുതലാണ്, നോർമലിനെക്കാട്ടി എന്താണ്? കൂടുതലാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് വാല്യൂ നോമിനൽ വാല്യൂവിനെ കാട്ടി എന്താണ്? കൂടുതലാണ്. ഓക്കെ, എബോ പാർ അല്ലെങ്കിൽ അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ നോമിനൽ വാല്യൂ. അതായത് എന്റെ കമ്പനിയുടെ വാല്യൂ എന്ത് ചെയ്തു? ഉയർന്നു. അടുത്ത് ബിലോ പാർ അറ്റ് എ ഡിസ്കൗണ്ട്. നമുക്കറിയാം ഡിസ്കൗണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വിലയെക്കാട്ടി കുറച്ച് കുറവിലാണ് നമുക്കത് കിട്ടുന്നത് അല്ലെ? അപ്പൊ ബിലോ പാർ എന്ന് വെച്ചാൽ പരമ്പിലും താഴെ. അപ്പൊ നോമിനൽ വാല്യൂവിനും താഴെയാണ് എന്ത്? മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബിലോ പാർ അല്ലെങ്കിൽ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ ലെസ് ദാൻ നോമിനൽ വാല്യൂ. ഇത് മനസ്സിലാക്കിയിരിക്കുക. കാരണം നമുക്കറിയാം നമ്മളിപ്പോ ഓരോ ഷെയറിന്റെ നമുക്കിപ്പോ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടക്കത്തെ ക്യാപിറ്റലിനെ ആസ്പദമാക്കിയാണ് അല്ലെ? അപ്പൊ കമ്പനിയുടെ ലാഭം കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിനെ ആസ്പദമാക്കിയാണ്? തുടക്കത്തെ ക്യാപിറ്റലിനെ ആസ്പദമാക്കിയാണ്. ക്യാപിറ്റൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ള എന്താ ആസ്പദമാക്കിയാണ്? നോമിനൽ വാല്യൂസ് ആസ്പദമാക്കിയാണ്. അപ്പൊ ഡിവിഡൻഡ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോമിനൽ വാല്യൂ ആസ്പദമാക്കിയാണ്. പക്ഷെ അതേസമയം ഒരാൾ ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താ ആസ്പദമാക്കിയാണ്? മാർക്കറ്റ് വാല്യൂ ആണ്. കാരണം ഇപ്പൊ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മേടിക്കണം. ആ കമ്പനിക്ക് പണ്ട് ആ വിലയായിരുന്നു. ഇപ്പൊ എന്താണ്? ഞാൻ ഇപ്പൊ ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ആപ്പിൾ തുടങ്ങിയ സമയത്ത് അതിന്റെ വില വളരെ തുച്ഛമായിരുന്നു. അപ്പൊ ഇനി ആ തുടങ്ങിയ സമയത്ത് അത്രയേ ഉള്ളൂ വില. എനിക്ക് ആ വിലയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കോ? ഇല്ല. ഇപ്പൊ $1 ട്രില്യൺ കമ്പനിയാണ് എന്ന് പറയുന്ന ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അത്രയും അതിന് വാല്യൂ ഉണ്ട്. അപ്പൊ ഞാൻ അത്രയും മാർക്കറ്റ് വാല്യൂ വെച്ചാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണോ വില അതിനനുസരിച്ചാണ് ഞാൻ സാധനം മേടിക്കുന്നത്. അതേസമയം എനിക്ക് കിട്ടുന്ന ലാഭം ഇതാണെങ്കിലോ എന്റെ എത്ര ഷെയർ ഉണ്ടെന്ന് നോക്കിയിട്ടാണ്, അല്ലാതെ ഞാൻ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തെന്ന് നോക്കിയിട്ടാണോ? അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്താണ്? ഇപ്പം നിങ്ങൾക്കൊരു സ്കൂളിൽ ഒരു ചെറിയൊരു ടീച്ചർ പറയുകയാണ്, ടീച്ചർ എല്ലാവർക്കും കുറച്ച് മുട്ടായികളൊക്കെ വീതം തന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു ഗെയിം കളിക്കുകയാണ്. ഗെയിമിന് നമ്മൾ എന്താ മോണോപോളിയൊക്കെ നമ്മൾ കളിച്ചത് ഓർമ്മയുണ്ടോ? അപ്പൊ മോണോപോളി നമ്മൾ കളിക്കുകയാണെന്ന് വിചാരിക്കുക. അതിൽ നമുക്ക് ബിൽഡിങ്സും കാര്യങ്ങളും ഒക്കെ മേടിക്കാം, ഓരോ സ്ഥലത്തും കൊണ്ടുവച്ചൊക്കെ മേടിക്കാം. അപ്പൊ അത് മേടിച്ചിട്ട് വേറൊരാൾ ചിലപ്പോൾ അത് മറിച്ചൊക്കെ വിൽക്കുകയാണ്. അത് മറിച്ച് വിറ്റു. അപ്പൊ എനിക്ക് ഒത്തിരി രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ ഞാൻ ആ സാധനം വേറൊരാളുടെ എന്താണ് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനൊക്കെ നമ്മൾ മേടിച്ചതെന്ന് വിചാരിക്കുക. റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് അതിലുള്ള ഓരോ സ്ഥലങ്ങളും നമ്മൾ മേടിച്ചത് വേറൊരാളുടെ നമ്മൾ മേടിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ മറ്റെന്താണ് വാട്ടർ സ്റ്റേഷനും എന്താണ് മറ്റേ ഇലക്ട്രിസിറ്റി സ്റ്റേഷനും അതൊക്കെ നമ്മൾ ഏതെങ്കിലുമൊക്കെ മേടിച്ചത് ഒത്തിരി പൈസ കൂടുതൽ കൊടുത്താണ് മേടിച്ചതെന്ന് വിചാരിക്കുക. പക്ഷെ എന്നും വെച്ച് നമ്മൾ കൂടുതൽ പൈസ കൊടുത്തു വെച്ചാൽ അവിടെ പുതിയ ഒരാൾ വന്നിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പൈസ തരേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താണോ ഉള്ളത് ആ സാധനത്തിനാണ് പൈസ തരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂ ഒത്തിരി കൂടി നിൽക്കുന്ന സമയത്ത്, പ്രീമിയം ആയിട്ട് നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ എന്താണ് ഒരു തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പോയി, പ്രീമിയം ടിക്കറ്റ് എടുത്തു. ഞാൻ പ്രീമിയം ടിക്കറ്റ് എടുത്തു, ബാക്കിയുള്ളവർ കൊടുത്ത ടിക്കറ്റിനെക്കാട്ടി ഇരട്ടി പൈസക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് 2 പ്രാവശ്യം സിനിമ കാണണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവര് തലയെ കൊട്ടുനിന്ന് ഓട്ടിച്ചു വിടും അല്ലേ? കാരണം നമ്മൾ എത്ര കൊടുത്താലും അത് ഒറ്റ പ്രാവശ്യം സിനിമ കാണാനുള്ള ടിക്കറ്റിന്റെ വാല്യൂ ആണ്. അതിപ്പോ നോർമൽ നമുക്ക് ഇരിക്കുന്ന പൊസിഷനൊക്കെ മാറ്റം വരുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന വസ്തു എന്താണ്? സെയിം സാധനമാണ് അല്ലെ? സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ 10 പ്രീമിയം ടിക്കറ്റ് ഉള്ള ആളും 10 ബാൽക്കണി ടിക്കറ്റ് ഉള്ള ആളെന്ന് വിചാരിക്കുക. 10 പേർക്ക് സിനിമ കാണാം, ഇവിടെയും 10 പേർക്ക് സിനിമ കാണാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഷെയറിന്റെ എണ്ണത്തിനനുസരിച്ചാണ് നമുക്ക് എന്ത് കിട്ടുന്ന? ഡിവിഡൻഡ് കിട്ടുന്നത്. അല്ലാതെ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു നോക്കിയിട്ടാണോ? അല്ല. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് വാല്യൂവിനെ ആസ്പദമാക്കിയാണ്. അതേസമയം ഡിവിഡൻഡ് കിട്ടുന്നതോ നമ്മുടെ കയ്യിലുള്ള നമ്പർ ഓഫ് ഷെയർസിനെ ആസ്പദമാക്കിയാണ്. ഓക്കെ, അത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുക. അതുകൊണ്ട് ഈ സാധനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യത്തിൽ ഈ ഒരു സാധനം തെറ്റിയത് കാരണം മാത്രം ഒത്തിരി കുട്ടികൾക്ക് തെറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നും കൂടെ അറ്റുപാർ എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് വാല്യൂ ഈക്വൽ ടു നോമിനൽ വാല്യൂ. എബോ പാർ അല്ലെങ്കിൽ അറ്റ് എ പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് വാല്യൂ ഗ്രേറ്റർ ദാൻ നോമിനൽ വാല്യൂ. ബിലോ പാർ അല്ലെങ്കിൽ അറ്റ് എ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മാർക്കറ്റ് വാല്യൂ ലെസ് ദാൻ നോമിനൽ വാല്യൂ. അപ്പൊ ഈ സാധനങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത് നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ഫോർമുലാസ് ആണ്. ഈ ഫോർമുലാസ് നല്ല വൃത്തിക്ക് അറിഞ്ഞിരിക്കുക. നമ്മൾ ഓരോന്നും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഈ ഒരു ഫോർമുലാസ് എന്ത് ചെയ്യുക? വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക. ആദ്യത്തെ ഫോർമുല സം ഇൻവെസ്റ്റഡ്. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ അറിയാം? ഒരു ഷെയറിന് ആ സമയത്തുള്ള വില, അതാണ് എന്ത്? മാർക്കറ്റ് വാല്യൂ ഇൻറ്റു എത്ര എണ്ണം നമ്മൾ വാങ്ങിക്കുന്നു. നമ്മൾ ഈ തക്കാളിയുടെ ഒക്കെ വില പറയുന്ന പോലെ
ഓക്കെ, എനിക്കിപ്പോ എന്താണ് 10 കിലോ തക്കാളി മേടിക്കണം. ഞാൻ എത്ര രൂപ അവിടെ തക്കാളിക്ക് കൊടുക്കണം? 10 കിലോ. ഞാൻ എത്ര എണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു അത്രയും ഇൻറ്റു. അപ്പൊ 10 ഇൻറ്റു എന്താണ് 10 kg ആണ് ഞാൻ വാങ്ങിക്കുന്നത്. 10 kg ഇൻറ്റു അപ്പൊ ആ സമയത്തുള്ള മാർക്കറ്റിലുള്ള വിലയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അല്ലാതെ 10 ദിവസം മുമ്പ് ഈ വിലയായിരുന്നു, അതുകൊണ്ട് അത്രയും രൂപ എനിക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അതിന് ലോജിക് ഉണ്ടോ? ഇല്ല. അപ്പം മാർക്കറ്റിലുള്ള അപ്പ ഉള്ള വാല്യൂ ഇൻറ്റു എണ്ണമാണെന്ത്, നമുക്ക് എത്ര രൂപ അവിടെ തക്കാളിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഷെയറും പറയുന്നത്. നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ഷെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന എന്താണ്? നമ്പർ ഓഫ് ഷെയർസ് ബോട്ട്. നമുക്ക് എത്ര ഷെയർ മേടിക്കണം ഇൻറ്റു മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ഷെയർ. ഒരു ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്താണ്? S=N ഇൻറ്റു MV. N ടൈംസ് NV ആണ് എന്ത്? S എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു കുറച്ച് ഫോർമുലാസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. എന്താണ്? നമ്പർ ഓഫ് ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ മേടിച്ചത് എന്നെങ്ങനെ അറിയാം? ഇവിടെ നോക്കിക്കേ, നമ്പർ ഓഫ് ഷെയർസ് S/MV ചെയ്താൽ മതി. അപ്പൊ സം ഇൻവെസ്റ്റഡ് ടു ബൈ ദ ഷെയർസ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ഷെയർ. നമ്മൾ എത്ര രൂപ കൊടുത്തു ബൈ എത്ര, ഓരോന്നിന്റെ വില എത്രയായിരുന്നു എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര എണ്ണം കിട്ടിയെന്ന് തോന്നും. ഇപ്പൊ എന്താണ്, നമ്മൾ പെൻസിൽ വാങ്ങിക്കുന്ന കേസ് തന്നെ എടുക്കാം. 10 രൂപയ്ക്ക് ഞാൻ 2 രൂപയുടെ പെൻസിൽ മേടിച്ചു. അങ്ങനെയെങ്കിൽ എത്ര പെൻസിൽ എനിക്ക് മേടിക്കാൻ പറ്റി? എനിക്ക് 5 പെൻസിൽ മേടിക്കാൻ പറ്റി അല്ലേ? കാരണം 10 രൂപയ്ക്ക് ഞാൻ 2 രൂപയുടെ പെൻസിലാണ് മേടിച്ചത്. അപ്പൊ 10 രൂപയ്ക്ക് എനിക്ക് എത്ര 2 രൂപയുടെ പെൻസിൽ മേടിക്കാൻ പറ്റും? 10/2 5. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെ. എനിക്ക് എത്ര ഷെയർ മേടിക്കാൻ പറ്റിയെന്ന് എങ്ങനെ അറിയാം? ഞാൻ എത്ര രൂപ കൊടുത്തു. അപ്പൊ 10 രൂപയാണ് കൊടുത്തത്. എത്ര രൂപയായിരുന്നു ഒരെണ്ണത്തിന്റെ വില? 2 രൂപയായിരുന്നു ഒരെണ്ണത്തിന്റെ വില. അപ്പൊ 10/2. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഇൻവെസ്റ്റഡ്. നമ്മൾ ഷെയർസ് മേടിക്കാൻ എത്ര രൂപ കൊടുത്തു ബൈ ഒരു ഷെയറിന്റെ വില എത്രയായിരുന്നു, മാർക്കറ്റ് വാല്യൂ എത്രയായിരുന്നു എന്നാണ് നോക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് എത്ര എണ്ണം മേടിച്ചു എന്നറിയാൻ വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട്. അതായത് നമുക്ക് മൊത്തം ഈ ഷെയർസിന്റെ പേരിൽ എത്ര ലാഭവിഹിതം കിട്ടി, നമുക്ക് ഈ ഷെയർസിന്റെ പേരിൽ എത്ര ലാഭവിഹിതം കിട്ടി ബൈ ഒരു വിഹിതത്തിന്റെ ലാഭം എത്ര. ഒരു വിഹിതത്തിന്റെ ലാഭം നമ്മൾ ഡിവൈഡ് ചെയ്യാം. മൊത്തം നമുക്ക് കിട്ടിയ ലാഭം ബൈ ഒരെണ്ണത്തിന് നമുക്ക് കിട്ടിയ ലാഭം ചെയ്താൽ മൊത്തം എത്ര എണ്ണം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ? സോ നമ്പർ ഓഫ് ഷെയർസ് ബോട്ട് ഈക്വൽ ടു ടോട്ടൽ ഡിവിഡൻഡ് ഫ്രം ദീസ് ഷെയർസ് ബൈ ഡിവിഡൻഡ് ഓഫ് 1 ഷെയർ. ഇനി അടുത്തത് ടോട്ടൽ ഡിവിഡൻഡ് ഏൺഡ്. എത്ര ഡിവിഡൻഡ് നമുക്ക് കിട്ടി എന്നറിയാം. മൊത്തത്തിൽ നമുക്ക് കിട്ടിയ ഡിവിഡൻഡിന്റെ എണ്ണം എങ്ങനെ അറിയാൻ പറ്റും? ഓക്കെ, അതെങ്ങനെയാണ്? നമ്പർ ഓഫ് ഷെയർസ് ടൈംസ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നോമിനൽ വാല്യൂ ഓഫ് എ ഷെയർ. ഓക്കെ, അതായത് ലാഭത്തിന് എത്ര ശതമാനമാണ് ലാഭം എന്നുള്ളത് നമ്മളുടെ നോമിനൽ വാല്യൂ. നോമിനൽ വാല്യൂ ആണ് എന്ത്? ക്യാപിറ്റലിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലെ? അപ്പൊ ആ നോമിനൽ വാല്യൂ, അതാണ് ഒറിജിനൽ കമ്പനിയുടെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ കമ്പനി വളരുന്നതിനനുസരിച്ച് വാല്യൂസ് മാറ്റം ഉണ്ടാവും. പക്ഷെ ഒറിജിനൽ എന്ന് പറയുന്നത് എന്താണ്? നോമിനൽ വാല്യൂ ആണ്. സോ ആ കമ്പനിയുടെ നോമിനൽ വാല്യൂ ടൈംസ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നമ്പർ ഓഫ് ഷെയർസ് ആണ് എന്ത്? ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നോമിനൽ വാല്യൂ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഷെയറിന്റെ ലാഭം കിട്ടും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ എണ്ണവും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് മൊത്തത്തിൽ കിട്ടിയ ലാഭം കിട്ടും. ഓക്കെ, സോ D ഈക്വൽസ് NRF ബൈ 100. ഓക്കെ, നമ്മൾ ബൈ 100 എന്താ ചെയ്യുന്നത്? റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് അല്ലെ? റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് പെർസെന്റേജ് ആണ്, അതാണ് ബൈ 100 ചെയ്യുന്നത്. ഓക്കെ, സോ D ഈക്വൽ ടു NRF ബൈ 100. ഇനി ഡിവിഡൻഡ് എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? നമ്മളെ ഇൻകം എന്ന് പറയുന്നതും പ്രോഫിറ്റ് എന്ന് പറയുന്നതും. സോ ഒരു ഷെയറിനെ സംബന്ധിച്ച് ഡിവിഡൻഡ് ആണെങ്കിലോ പ്രോഫിറ്റ് ആണെങ്കിലോ ഇൻകം ആണെങ്കിലോ ഒക്കെ എന്താണ്? അത് ഡിവിഡൻഡ് ആണ്. പിന്നെ പ്രോഫിറ്റ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇത് മറിച്ച് വിൽക്കുകയാണെങ്കിൽ അതിൽ വേറെ ലാഭം വരും കേട്ടോ. അത് നമ്മളുടെ എന്താണ്? കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസ് ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് ഒക്കെ ആസ്പദമാക്കിയാണ്. അടുത്തത് റിട്ടേൺ പെർസെന്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ഇൻകം പെർസെന്റേജ്. നമുക്ക് എത്ര ശതമാനമാണ് ലാഭം കിട്ടിയത്, അപ്പൊ നമ്മൾ എത്ര രൂപ കൊടുത്താൽ നമുക്ക് എത്ര റിട്ടേൺ ആയിട്ട് കിട്ടി എന്നുള്ളത് അതറിയാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ എത്ര കൊടുത്തു, നമുക്ക് എത്ര കിട്ടി ബൈ നമ്മൾ എത്ര കൊടുത്തു. നമ്മൾ ഇത്രയും രൂപ കൊടുത്തതിൽ നമുക്ക് ഇത്രയാണ് കിട്ടിയത് ഇൻറ്റു 100. അപ്പൊ അത് പെർസെന്റേജ് ആയിട്ട് കിട്ടും. നമ്മളെ മറ്റേ പ്രോഫിറ്റിന്റെ സെയിം ഇത് തന്നെ. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് ബൈ കോസ്റ്റ് പ്രൈസ് ടൈംസ് 100. ആ ഒരു ഇതേ ലോജിക്ക് തന്നെ. നമുക്ക് എത്ര രൂപ കിട്ടി അതാണ് ഇൻകം. നമുക്ക് ഇവിടെ കിട്ടിയ എമൗണ്ട് ആണ് എന്തെന്ന് പറയുന്ന ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ എത്ര രൂപ കൊടുത്തു അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇൻകം ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100 അതാണ് എന്ത്? പ്രോഫിറ്റ് പെർസെന്റേജ് അല്ലെങ്കിൽ റിട്ടേൺ പെർസെന്റേജ് എന്ന് പറയുന്നത്. അടുത്തത് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. എന്താണ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്? നമുക്ക് ഇത് കണക്ട് ചെയ്ത് നമുക്ക് നോമിനൽ വാല്യൂവും മാർക്കറ്റ് വാല്യൂവും തമ്മിൽ
കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണ് കേട്ടോ. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നോമിനൽ വാല്യൂ. റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിവിഡൻഡിന് കിട്ടിയ പൈസയാണ്. ഓക്കെ, റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടൈംസ് നോമിനൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡിവിഡൻഡിന് കിട്ടിയ പൈസയാണ്. ഈക്വൽസ് പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു NV. ഇത് നമുക്ക് ഈ ഒരു സാധനത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിവിടെ ഇൻകത്തിനെ എന്തെന്ന് പറഞ്ഞ് എഴുതാം? NRF/100. 100 ക്യാൻസൽ ആയി പോകും. ഓക്കെ, അതുപോലെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് എങ്ങനെ എഴുതാം? N into MV എന്ന് എഴുതാം. N ക്യാൻസൽ ആയി പോകും. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇത് എഴുതുകയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെന്റേജ് P%. ഇത് നമുക്ക് എഴുതാൻ വേണ്ടി എങ്ങനെ എഴുതാം? P%. നോക്കിക്കേ, P% ഈക്വൽ ടു ഇൻകം. ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണ് നമ്മളെ ഇൻകം അല്ലെ? NRF/100 into 100 the whole by എന്തുണ്ട്? ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? N into MV. ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ആയി പോവും? 100 ക്യാൻസൽ ആയി പോവും. N ക്യാൻസൽ ആയി പോവും. സോ R into F ഈക്വൽ ടു P into MV. P into MV ഈക്വൽ ടു R into F എന്ന് പറഞ്ഞ് കിട്ടും. അതല്ലേ ഇവിടെ പറഞ്ഞ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഇൻറ്റു ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ ഈക്വൽ ടു പ്രോഫിറ്റ് പെർസെന്റേജ് ഇൻറ്റു മാർക്കറ്റ് വാല്യൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഷോർട്ട് ചെയ്തെടുത്തൊരു ഫോർമുലയാണിത്. ഇത് നമുക്ക് ഒത്തിരി യൂസ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, നമുക്കപ്പോ ഇത് കണക്ട് ചെയ്യാം. നമ്മളപ്പം ഇതിട്ട് ഓരോന്നും കുറെ സ്റ്റെപ്പുകൾ നമുക്ക് എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം മാർക്കറ്റ് വാല്യൂവും ഫേസ് വാല്യൂവും അല്ലെങ്കിൽ നോമിനൽ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് പെർസെന്റേജ് റേറ്റ് പെർസെന്റേജ് ഉപയോഗിച്ച് മറ്റൊരെണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് പ്രോഫിറ്റ് പെർസെന്റേജ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. എന്തുപയോഗിക്കാതെ? ഇൻകമും ഇൻവെസ്റ്റ്മെന്റും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലയാണിത്. അപ്പൊ ഇത്രയും ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഏറ്റവും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഫോർമുലാസ് ആണ് ഇത് രണ്ടും. ഇതും അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, ഈ 3 ഫോർമുലാസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറിഞ്ഞിരിക്കണം. സം ഇൻവെസ്റ്റഡ് ഈക്വൽ ടു N into MV. D ഈക്വൽ ടു D അഥവാ ഡിവിഡൻഡ് ഈക്വൽസ് NRF/100. അടുത്ത പ്രോഫിറ്റ് പെർസെന്റേജ് ഈക്വൽ ടു ഇൻകം ബൈ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു 100. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു ഫോർമുലാസ് എന്ന് പറയുന്നത്. ഇതിന്റെ കൂട്ടത്തൊരു വേർഡിങ്ങും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞൊരു വാക്ക്. അപ്പൊ സെയിൽസ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ കുറച്ച് ഷെയർ മേടിച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ ഷെയർ മറിച്ച് വിറ്റു. എന്നിട്ട് ആ വിറ്റ് കിട്ടിയ പൈസ ഉണ്ടല്ലോ, അത് നമ്മൾ വേറെ കുറച്ച് ഷെയർ മേടിച്ചു. അപ്പൊ ഇപ്പൊ നമ്മളുടെ രണ്ടാമത്തേലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ ഷെയർ വിറ്റപ്പോ സെല് ചെയ്തപ്പോ കിട്ടിയ പൈസയാണ് രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സെല് ചെയ്ത് ഷെയർസ് മേടിച്ചു പോകുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്ന? സെയിൽസ് പ്രൊസീഡ്. സെയില് പ്രൊസീഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഓക്കെ, അപ്പൊ സെയിൽ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. അതാണ് സെയിൽസ് പ്രൊസീഡ് എന്ന് പറഞ്ഞ വാക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു വാക്ക് കണ്ടാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ജസ്റ്റ് ഞാൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്തൊരു വേർഡിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ 2024 സ്പെസിമെനിലേക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ ചോദ്യം 2024 ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണിത്. The sum invested to purchase 15 shares of a company of nominal value ₹75 available at a discount of 20%. അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ട ചോദ്യം എന്ന് പറയുന്നത് സം ഇൻവെസ്റ്റഡ് ആണ്. എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സം ഇൻവെസ്റ്റഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? എസ് ഈക്വൽ ടു N times MV. പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. ഇവിടെ 75 എന്ന് കാണുമ്പോ തന്നെ എന്താണ്? അതാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞ് എടുത്തു വെച്ച് ചെയ്തു വെക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കേ, ₹75 അവൈലബിൾ ആറ്റ് 20% ഡിസ്കൗണ്ട്. ഷെയർസ്, ആ കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത് 75 രൂപയുടെ ഷെയർ ആണ്. 75 രൂപയുടെ ഷെയർ എന്ന് പറയുന്നത് അത് നോമിനൽ വാല്യൂ ആണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. അപ്പൊ 75% 20% എന്ത് ചെയ്യണം? കുറവിലാണ് അത് കിട്ടുന്നത്. അപ്പൊ 20% നമ്മൾ കുറയ്ക്കണം. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? മാർക്കറ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ഇവിടെ തന്നിട്ടുള്ളത് നമ്പർ ഓഫ് ഷെയർസ്. നോക്കിക്കേ, അറ്റ് പർച്ചേസ് 15 ഷെയർസ്, 15 ഷെയറുകൾ. അപ്പൊ ഷെയറിന്റെ എണ്ണം അല്ലേ തന്നിട്ടുള്ള? 15 pence എന്നൊക്കെ പറഞ്ഞാൽ പേനയുടെ എണ്ണമാണ് തന്നിട്ടുള്ളത്. അതുപോലെ 15 ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 15 ഷെയറുകൾ, ഷെയറിന്റെ എണ്ണമാണ്. അപ്പൊ N ഈക്വൽ ടു 15. അടുത്ത് എന്ത് തന്നിട്ടുണ്ട്? ഓഫ് നോമിനൽ വാല്യൂ ₹75. ഓക്കെ, അപ്പോ നമുക്കറിയാം NV നോമിനൽ വാല്യൂ ആണ് എന്ത്?
₹75 എന്ന് പറയുന്നത്. 75 രൂപ നോമിനൽ വാല്യൂ ആണ്. അവൈലബിൾ അറ്റ് ഡിസ്കൗണ്ട് 20%. അപ്പൊ മാർക്കറ്റ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡിസ്കൗണ്ട് ആയതുകൊണ്ട് ഇതിനെക്കാട്ടി കുറവാണ്, 20% കുറവാണ്. രണ്ട് രീതിക്ക് കണ്ടുപിടിക്കാം. ഒന്നെന്ന് പറയുന്നത് 75 മൈനസ് 20% ഓഫ് 75 എന്ന് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 20% കുറയ്ക്കാന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എത്രയാണുള്ളത്? 80% ആണ്. സോ 75 ടൈംസ് 80/100 ഡയറക്റ്റ് ചെയ്താലും ഉത്തരം കിട്ടും. ഇതിൽ ഏത് ചെയ്താലും ഓക്കെയാണ്. ഞാൻ ആദ്യം പറഞ്ഞ മോഡലിൽ തന്നെ ചെയ്യണം. നമ്മുടെ സാറിന് നോർമലായിട്ട് നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ ഒരു മെത്തേഡാണ്. ഇനി അഥവാ നിങ്ങൾക്ക് മൊത്തം 20% ഡിസ്കൗണ്ട്, അപ്പൊ ബാക്കി എത്രയാണുള്ളത്? 80% അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ആ രീതിക്കും ചെയ്യാം. അപ്പൊ ഇതെങ്ങനെ വരും? 75 മൈനസ് 20%. 20% എന്ന് പറഞ്ഞാൽ എന്താ? 20/100 ടൈംസ് 75. എത്ര വരും? 75 25 എത്ര പ്രാവശ്യം? 3 ടൈംസ്. 100 എത്ര പ്രാവശ്യം? 4 ടൈംസ്. ഓക്കെ, ഇനി 4ഉം 20യും എത്ര വരും? 5 ടൈംസ്. അപ്പൊ എങ്ങനെ വരും? 75 മൈനസ് 15 വരും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 60. ഓക്കെ, ഇത് നിങ്ങൾ സെയിം രീതിക്ക് 80/100 വെച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് എന്ത് തന്നെ വരും? 60 തന്നെ വരും. ഓക്കെ, കാരണം നിങ്ങൾക്ക് ഇത് വെട്ടിപ്പോകുമ്പോൾ കിട്ടും. അതിനുശേഷം ഇത് വെട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു 20 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ 20 എന്ന് പറഞ്ഞ് കിട്ടിയാൽ അതിനനുസരിച്ച് 20 എന്നല്ല 20 എന്ന് പറഞ്ഞിട്ട് 3 ടൈംസ് 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 60 എന്ന് പറഞ്ഞ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് മോഡൽ വേണോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ ഇവിടെ നോമിനൽ വാല്യൂ കണ്ടുപിടിച്ചു, മാർക്കറ്റ് വാല്യൂ അപ്പൊ എത്രയാണ്? ₹60 ആണ്. ഇനി നമുക്ക് സം ഇൻവെസ്റ്റഡ് കണ്ടുപിടിക്കാമല്ലോ. എസ് ഈക്വൽ ടു N ടൈംസ് MV ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? 15 ആണ്. ടൈംസ് NV എത്രയാണ്? 60 ആണ്. ഓക്കെ, 15 ടൈംസ് 60 എത്ര? 15 ടൈംസ് 6 എന്ന് പറയുമ്പോൾ 90 ആണ് വരുന്നത്. പിന്നെ ഒരു 0 കൂടെ വരുമ്പോൾ 900. അപ്പൊ എത്ര രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തേ? ₹900. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ₹900 ആണ്. അപ്പോ ₹900 ആണ് ഞാൻ എന്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തത്? 15 ഷെയറിന് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, മിസ്റ്റർ ഗുപ്ത ഇൻവെസ്റ്റഡ് 33,000 in buying ₹100 ഷെയർസ്. ₹100 അപ്പൊ ഷെയറിന്റെ വാല്യൂ ആണ് കേട്ടോ. ഇവിടെ ഇത് ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ഒരു സാധനം ഇട്ടിരിക്കുന്ന ആക്ച്വലി റുപ്പീസിന് പകരമാണ് അവർ ആ സിമ്പിൾ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ₹100 ഷെയർസ് ഓഫ് എ കമ്പനി അറ്റ് 10% പ്രീമിയം. The dividend declared by the company is 12%. അപ്പൊ എന്തൊക്കെ തന്നിട്ടുള്ള സാധനങ്ങൾ നമുക്കൊന്ന് എടുത്തെഴുതി നോക്കാം. യെസ് തന്നിട്ടുണ്ട്. എത്രയെന്നാ തന്നിട്ടുള്ളേ? ₹33,000. ഓക്കെ, അടുത്തിനി എന്ത് തന്നിട്ടുണ്ട്? ഇൻ ബൈയിങ് ₹100 ഷെയർ. അപ്പൊ 100 രൂപയുടെ ഷെയർ. 100 രൂപയുടെ ഷെയർ എന്ന് പറയുമ്പോൾ അതിന്റെ എന്ത് വാല്യൂ ആണ്? 100 നോമിനൽ വാല്യൂ ആണ്, ഒറിജിനൽ പ്രൈസ് ആണ്. അപ്പൊ നോമിനൽ വാല്യൂ ആണ്. നമുക്കിവിടെ ഡിവിഡൻഡ് കണക്ട് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ FNR എന്ന് പറഞ്ഞ ഫേസ് വാല്യൂ വെച്ചാണ് പഠിക്കുന്നത്. സോ എഫിന്റെ വാല്യൂ ആണ് എത്രയും തന്നിട്ടുള്ള? 100 എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത് കമ്പനി അറ്റ് 10% പ്രീമിയം. ഓക്കെ, അപ്പോ 10% പ്രീമിയം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് കണ്ടുപിടിക്കാം? ഇവിടെ നിന്ന് മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാം അല്ലെ? പ്രീമിയം ആയതുകൊണ്ട് ഇതിനെക്കാട്ടി 10% കൂടുതലാണ്. 100ന്റെ 10% എത്രയാ? 100ന്റെ 10% 10 തന്നെയാണ് അല്ലെ? അപ്പൊ നമുക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫോർമുല എഴുതി തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, 100 ടൈംസ് 10/100. ഇവിടെ 100 ക്യാൻസൽ ആയി പോകും, കാരണം ശതമാനം 100 കണക്ട് ചെയ്താണ് പറയുന്നത്. അപ്പൊ എത്രയാണോ അത് തന്നെയാണ് ആ ശതമാനം എന്ന് പറയുന്നത്. 100 രൂപയുടെ ഷെയർ ആയതുകൊണ്ട് കേട്ടോ. അപ്പൊ 10% എന്ന് 10 രൂപ. പ്രീമിയം ആയതുകൊണ്ട് എന്ത് ചെയ്യുക? അത് കൂടുകയാണ് ചെയ്യുന്നത്. മാർക്കറ്റ് വാല്യൂ എന്താണ്? കൂടുതലാണ്. അപ്പൊ 10 രൂപ കൂടുതലാണ് എന്ന് പറയുമ്പോൾ എത്ര വരും? 110. ഓക്കെ, അപ്പം മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 110 രൂപയാണ്. മാർക്കറ്റ് വാല്യൂ നമുക്ക് കിട്ടി. ഇനി എന്താണ്? ദ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ബൈ ദ കമ്പനി ഈസ് 12%. ഡിവിഡൻഡിന്റെ റേറ്റ് ആണ് എത്രയെന്ന് പറഞ്ഞാൽ 12 എന്നാണ് പറഞ്ഞത്. സോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആണ് എന്ത്? 12%. അപ്പൊ ന്റെ വാല്യൂ ആണ് എന്ത്? 12 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ആദ്യം എന്താ പറഞ്ഞേ? ദ നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ്ഡ് ബൈ ഹിം. നമുക്കറിയാം S ഈക്വൽ ടു N ടൈംസ് MV ആണ്. അങ്ങനെയാണെങ്കിൽ N ഈക്വൽ ടു എന്താണ്? S ബൈ MV. നമ്പർ ഓഫ് ഷെയർസ് ഈക്വൽ ടു സം ഇൻവെസ്റ്റഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഓഫ് 1 ഷെയർ അല്ലേ? അപ്പൊ അതെങ്ങനെ വരും? സം ഇൻവെസ്റ്റഡ് എത്രയാണ്? 33,000 ആണ്.
ഓക്കെ, ബൈ മാർക്കറ്റ് വാല്യൂ എത്രയാ? നമുക്ക് എത്രയാ മാർക്കറ്റ് വാല്യൂ? 110 ആണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ആയി പോകും? 10 വെച്ച് 2 ക്യാൻസൽ ചെയ്ത് കളയാം, അടുത്ത് 11 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? ഇവിടെ 300. ഓക്കെ, അപ്പൊ എത്ര ഷെയർസ് ആണ് മേടിച്ചത്? n = 300 ഷെയർസ് ആണ്. ഇനി അടുത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എന്റെ ഉത്തരം. ഇനി അടുത്ത് ബിന്റെ ഉത്തരം എന്താണ്? ഹിസ് ആനുവൽ ഡിവിഡൻഡ്. മൊത്തം എത്ര ഡിവിഡൻഡ് കിട്ടി? ഡിവിഡൻഡിന്റെ ഫോർമുല എന്താ? D = NRF by 100. ഓക്കെ, n എത്രയാണ് ഇവിടെ? 300. സോ 300 ടൈംസ് R എത്രയാണ്? റേറ്റ് ഓഫ് ഡിവിഡൻഡ് എത്രയാ? 12 ടൈംസ് ഫേസ് വാല്യൂ എത്രയാ? 100 by 100. എന്തൊക്കെ ക്യാൻസൽ ചെയ്യും? 100ഉം 100ഉം ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ എത്രയാ വരുന്നത്? 12 ടൈംസ് 3. 12 ടൈംസ് 3 എത്രയാ? 36. പിന്നെ ഒരു 100ന്റെ സീറോസ് ഉണ്ട്. സോ നമുക്ക് എത്ര വരും? ഡിവിഡൻഡ് എന്ന് പറയുന്നത് ₹3600 ആണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് ആക്ച്വലി RF എന്ന് പറയുന്നതാണ് എന്ത്? ഇത് 12/100. അപ്പോൾ ഒരു എണ്ണത്തിന് കിട്ടുന്നതിന് 12. സോ ഫേസ് വാല്യൂ 100 ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എത്ര ശതമാനമാണോ അത് തന്നെയാണ് ഒരു ഷെയറിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് 12 ആണ്. സോ 12 ടൈംസ് n എന്ന് പറയുന്നത് എത്രയാ? 3600. നമ്മൾ ഫോർമുല വെച്ചാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ നമുക്കത് ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു? നമ്പർ ഓഫ് ഷെയർസ് പർച്ചേസ് ചെയ്ത് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതുപോലെ ആനുവൽ ഡിവിഡൻഡ് എത്രയാണെന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഇത് 2024 സ്പെസിഫിലുള്ള, ആക്ച്വലി നിങ്ങൾക്ക് ഇത് കുറെ വർഷത്തേക്ക് ഈ ചാപ്റ്റർ ഇല്ലായിരുന്നു. 2020 ശേഷം 2024 ഈ ചാപ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ സോ 2024 ഒത്തിരി ചോദ്യങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. 2024 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ അതിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സും ഒരു മെയിൻ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നുള്ളൂ. അതേസമയം 2024 സ്പെസിഫിനിൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നും വെച്ച് ഈ വർഷം അത്രയും മാത്രം ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതിൽ കൂടുതൽ മേ ബി വരാം, അല്ലെങ്കിൽ നമുക്കൊരു മൾട്ടിപ്പിളും ഒരു മെയിൻ ഒരു 3 or 4 മാർക്കിന്റെ ഒരു ചോദ്യം, അങ്ങനെ 4 to 5 മാർക്കായിരിക്കും മോസ്റ്റ്ലി ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, സോ നമുക്ക് ചോദ്യം നോക്കാം. ഷെയർസ് ഓഫ് എ കമ്പനി എ പേയിങ് 12% 100 rupees ഷെയർസ് അറ്റ് ആർ അറ്റ് 80 rupees. ഓക്കെ, അപ്പൊ ആദ്യത്തെ കമ്പനി എ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത എന്താണ്? അത് 12% പേ ചെയ്യുന്നത്. 100 രൂപയുടെ ഷെയർ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്തിലാണ് കൊടുക്കുന്നത്? ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അടുത്ത് ദ ഷെയർസ് ഓഫ് എ കമ്പനി ബി പേയിങ് 12%. അവിടെ ബി എന്ന് പറയുന്ന കമ്പനി എത്രയാണ് പേ ചെയ്യുന്നത്? 12% ആണ് പേ ചെയ്യുന്നത്. 100 rupees ഷെയർസ് അറ്റ് 100 rupees. 100 രൂപയുടെ ഷെയർ 100 രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഷെയർസ് ഓഫ് എ കമ്പനി സി എന്ന് പറയുന്ന കമ്പനിയും പേയിങ് 12% ആണ്. റേറ്റ് ഓഫ് ഡിവിഡൻഡ് 12% ആണ്. 100 rupees ഷെയർസ് അറ്റ് 120 rupees. 100 രൂപയുടെ ഷെയർ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇനി ഷെയർസ് ഓഫ് വിച്ച് കമ്പനി ആർ അറ്റ് പ്രീമിയം. ഏത് കമ്പനിയുടെ ഷെയർ ആണ് പ്രീമിയത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്തെങ്കിലും റോൾ ഉണ്ടോ? ഇല്ല, അത് വെറുതെ നിങ്ങൾക്കൊന്ന് തന്നിട്ടുള്ളതാണ്. ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് അത് പറയാൻ വേണ്ടി തന്നിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഇത് മാറ്റം ഉണ്ടായിരുന്നു എന്ന് വെച്ച് ഈ ചോദ്യത്തിന് ഉത്തരത്തിനോ വല്ലോ മാറ്റം ഉണ്ടാവോ? ഇല്ല. കാരണം നമുക്ക് പ്രീമിയം, പാറ്, ഡിസ്കൗണ്ട് ഈ 3 കാര്യങ്ങളും പറയുമ്പോൾ അവിടെ എന്തൊക്കെ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ? നോമിനൽ വാല്യൂ, മാർക്കറ്റ് വാല്യൂ മാത്രമേ നോക്കാറുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ ഈ റേറ്റ് ഓഫ് ഡിവിഡൻഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ, ഓക്കെ, പ്രീമിയം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീമിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നോമിനൽ വാല്യൂ. ഇനി ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാലോ? ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ നോമിനൽ വാല്യൂ. ഇനി അറ്റ് പാർ എന്ന് പറഞ്ഞാലോ? അറ്റ് പാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഈക്വൽ ടു നോമിനൽ വാല്യൂ. നമുക്ക് ഇവിടെ നിന്ന് ഓരോന്നായിട്ട് നോക്കാം. നോക്കിക്കേ, 100 രൂപയുടെ ഷെയർ 80 രൂപയ്ക്ക്. അപ്പൊ 100 രൂപ നോമിനൽ വാല്യൂ ഉള്ള സാധനത്തിന് എത്ര രൂപ ഇപ്പൊ മാർക്കറ്റിലെ വില? 80 രൂപയാണ്. അപ്പം ഇവിടെ മാർക്കറ്റിലെ വില കുറഞ്ഞു. അപ്പൊ അത് ഏതിലാ വരുന്നത്? ഡിസ്കൗണ്ടിലാണ്. സോ ഡിസ്കൗണ്ടിൽ വരുന്നത് ഏത് കമ്പനിയാണ്? കമ്പനി ഏതാണ്? ഡിസ്കൗണ്ടിൽ വരുന്നത് കമ്പനി എ ആണ്. സോ എ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ഡിസ്കൗണ്ടിലാണ് വരുന്നത്. 100 രൂപയുടെ ഷെയറിനുള്ള സാധനം ഇപ്പൊ എത്ര രൂപയ്ക്ക് കിടക്കുന്നത്? 100 തന്നെയാണ് കിടക്കുന്നത്. സോ ഫേസ് വാല്യൂ ആണെങ്കിലും മാർക്കറ്റ് വാല്യൂ ആണെങ്കിലും സെയിം ആണ്. സോ അത് ഏതിലാ വരുന്നത്? അറ്റ് പാറിലാണ് വരുന്നത്, കമ്പനി ബി.
ഇനി കമ്പനി സി നോക്കിക്കേ, 100 രൂപയുടെ ഷെയർ ഇപ്പൊ എത്ര രൂപയ്ക്കാ? 120 രൂപയ്ക്കാ. അപ്പൊ കമ്പനി വളർന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഷെയറിന്റെ വാല്യൂ കൂടി, മാർക്കറ്റ് വാല്യൂ കൂടി. അപ്പൊ അത് ഏതിലാ വരുന്നേ? പ്രീമിയത്തിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? വിച്ച് കമ്പനി ആർ അറ്റ് പ്രീമിയം? ഏത് കമ്പനിയാണ് പ്രീമിയത്തിൽ നിൽക്കുന്നത്? നോക്കിക്കേ, പ്രീമിയത്തിൽ നിൽക്കുന്ന കമ്പനി ഏതാ? കമ്പനി സി ആണ്. സോ കറക്റ്റ് ആൻസർ ഏതാണ്? കമ്പനി സി. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇതിനൊന്നും നമുക്ക് ഈ ഒരു റോളൊന്നും ഇല്ല. റേറ്റ് ഓഫ് ഡിവിഡന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻകം, ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. നമുക്ക് ആകെ അറിയേണ്ടത് മാർക്കറ്റ് വാല്യൂ, നോമിനൽ വാല്യൂ. അത് തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് പറയുക, ഇല്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് തമ്മിൽ കമ്പയർ ചെയ്യുക. അല്ല, ചിലപ്പോൾ ഒരാൾക്ക് ലാഭം കൂടുതലായിരിക്കും കിട്ടുക, വേറെ ഒരാൾക്ക് ലാഭം കുറവായിരിക്കും കിട്ടുന്നത്. പക്ഷെ അതൊന്നും നമുക്ക് എന്താണ്, പ്രീമിയത്തിലാണോ അതാണോ ഇതാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. അപ്പൊ നോക്കുക, എപ്പോഴെന്താണ് നമ്മൾ നോക്കേണ്ടത്? പ്രീമിയം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ നോമിനൽ വാല്യൂ. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ലെസ് ദാൻ നോമിനൽ വാല്യൂ. അറ്റ് പാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഈക്വൽ ടു നോമിനൽ വാല്യൂ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ സ്പെസിമെനിലും ഫൈനലിലും ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4 to 5 സ്കോഴ്സിനായിരിക്കും നിങ്ങൾക്ക് ഇത്തവണയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു മൾട്ടിപ്പിൾ ചോയ്സും കാണും, ഒരു വലിയൊരു ചോദ്യവും ഒരു മെയിൻ ചോദ്യവും കാണും. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ ജസ്റ്റ് ബേസിക് ആയിട്ട് നല്ല രീതിക്ക് ഒന്ന് അറിഞ്ഞിരുന്നാൽ സിമ്പിൾ ആയിട്ട് ആ ഫുൾ സ്കോറും ജസ്റ്റ് എന്തൊക്കെയാണ് ഓരോ ടേം സൂചിപ്പിക്കുന്നത്, ആ ഫോർമുലാസ് എന്തൊക്കെ അറിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ഉത്തരവും കിട്ടാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അത് നല്ല രീതിക്ക് ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.